ഇരുളം ഗവൺമെൻറ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ 10 ടൺ പൂ ഉപയോഗിച്ച് 25,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഒറ്റ രാത്രി കൊണ്ടാണ് ഭീമൻ പൂക്കളം തീർത്ത് ഇളത്തെ നാട്ടുകാർ ശ്രദ്ധേയരായത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് 25,000 സ്ക്വയർ ഫീറ്റ് പൂക്കളം ഒരുക്കുന്നത്. ഇരുളം ലയൺസ് ക്ലബ്ബും മറ്റ് പ്രാദേശിക ക്ലബ്ബുകളും സാമൂഹിക സംഘടനകളും സംയുക്താഭിമുഖ്യത്തിൽ ഒന്നാമത് ഓണം സാംസ്കാരികോത്സവം ഇരളത്താണ് ഓണം 2026 എന്ന പേരിൽ നടത്തുന്ന പരിപാടിയുടെ ഭാഗമായാണ് ഇരുളം ഗവൺമെൻറ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഭീമൻ പൂക്കളം ഒരുക്കിയത്. ഈ ഭീമൻ പൂക്കളം പൊതുജനങ്ങൾക്ക് ഇന്ന് രാവിലെ മുതൽ കാണുവാൻ സാധിക്കും. ഇരുളത്തേക്ക് നാട്ടുകാരുടെ വൻ ജനപ്രവാഹമാണ്. ഇരുളത്താണ് ഓണം 2K26 എന്ന പേരിൽ ഇരുളം ലയൺസ് ക്ലബിൻ്റെയും മറ്റ് പ്രാദേശിക ക്ലബ്ബുകളുടെയും സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഈ ഓണാഘോഷം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് 25,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു മെഗാ പൂക്കളം നമ്മൾ ഇരുളത്ത് ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളും സന്ദർശകർക്കായിട്ട് പൂക്കളം കാണാനുള്ള അവസരമുണ്ട്. അപ്പോൾ എല്ലാവരും വരിക, വന്ന് കണ്ട് ഇതൊരു വലിയ വിജയമാക്കി തീർക്കുക. ഏകദേശം 3 ദിവസങ്ങളായിട്ട് ഇതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഈ പല സമയത്തായിട്ട് ഈ ദിവസങ്ങളിൽ ഏകദേശം ഒരു 1,500ഓളം ആളുകൾ ഇതുമായിട്ട് സഹകരിച്ച് ഇതിൻ്റെ ജോലികൾ ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേരുകയും വീടുകളിൽ ഇരുന്നൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഈ മാസം 5-ാം തീയതി മുതൽ തുടങ്ങിയ പ്രോഗ്രാംസ് ആണ്. 27-ാം തീയതിയാണ് അതിൻ്റെ സമാപനം. ലയൺസ് ക്ലബിൽ നിന്ന് ആരംഭിച്ച ഒരു ആശയം ഞങ്ങളുടെ നാടിൻ്റെ ഒരു സ്വപ്നമായി ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. 25,000 സ്ക്വയർ ഫീറ്റിലുള്ള പൂക്കളം നമുക്ക് പിന്നിലുണ്ട്. ഒപ്പം 27-ാം തീയതി മെഗാ തിരുവാതിരയുണ്ട്. അതുപോലെ സാംസ്കാരിക ഘോഷയാത്രയടക്കം ഇത് ഇരുളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമായി ഞങ്ങൾ മാറ്റാൻ ഈ നാട് ഒന്നാകെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഈ നാട്ടിലെ അപാലവൃദ്ധം ജനങ്ങളും ഒപ്പം നിന്നു. 1,500ഓളം ആളുകൾ സജീവമായി കഴിഞ്ഞ 3-4 ദിവസമായി ഈ ഇരുളം ഗവൺമെൻറ് ഹൈസ്കൂൾ അധികൃതർ തന്ന ഈ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ വലിയ ആഘോഷം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് പങ്കെടുത്ത മുഴുവൻ ആളുകൾക്ക്, സഹകരിച്ച മുഴുവൻ സംവിധാനങ്ങൾക്കും, ഗവൺമെൻറ് സംവിധാനം, DTPC അടക്കമുള്ള എല്ലാ സംവിധാനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. പുൽപ്പള്ളി ന്യൂസിന് വേണ്ടി ഡാമിൻ ജോസഫ്.